നമസ്കാരം, ഞാൻ രജനി ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. പ്രവാസികളുടെ ID കാർഡ് കാലാവധി വിഷയത്തിൽ പാർലമെന്റിൽ തർക്കം. പ്രവാസികളുടെ തിരിച്ചറിയൽ കാർഡുകളുടെ കാലാവധി അവരുടെ താമസരേഖയുടെ കാലാവധിയുമായി നേരിട്ട് ബന്ധിപ്പിക്കണമെന്ന പുതിയ നിയമ ഭേദഗതിയെ ചൊല്ലി ബഹ്റൈൻ പാർലമെന്റിൽ തർക്കം. വരാനിരിക്കുന്ന ചൊവ്വാഴ്ച ഈ ബിൽ പാർലമെന്റ് ചർച്ചയ്ക്കെടുക്കും. ഈ നിയമം പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ ഒരു പ്രവാസിയുടെ ID കാർഡിന്റെ കാലാവധി അയാൾക്ക് രാജ്യത്ത് താമസിക്കാൻ അനുമതിയുള്ള കാലയളവിൽ കൂടുതൽ നൽകാൻ പാടില്ല. അതായത് വിസ അവസാനിക്കുന്ന അതേ ദിവസം തന്നെ ID കാർഡിന്റെ കാലാവധിയും അവസാനിക്കും. രാജ്യത്ത് നിയമവിരുദ്ധമായി തങ്ങുന്നവരെ കണ്ടെത്താൻ ഈ നിയമം കൊണ്ട് സാധിക്കുമെന്ന് അനുകൂലികൾ പറയുന്നു. കൂടാതെ ID കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ബാങ്കിംഗ് സർക്കാർ ഇടപാടുകൾ കൃത്യമായി നിയന്ത്രിക്കാനാവും. സമാധാന ബോർഡിൽ ചേരാൻ ബഹ്റൈന് ക്ഷണം. സമാധാന ബോർഡിൽ ചേരാൻ ബഹ്റൈന് അമേരിക്കയിൽ നിന്ന് ക്ഷണം ലഭിച്ചു. മേഖലയിൽ നീതിയുക്തവും ശാശ്വതവുമായ സമാധാനം കൈവരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങൾക്ക് ബഹ്റൈൻ രാജ്യത്തിന്റെ നന്ദി അറിയിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. സുരക്ഷാ ലഹരി വിരുദ്ധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ പാകിസ്ഥാനുമായി ധാരണ. സുരക്ഷാ മേഖലയിലും ലഹരി മരുന്ന് കടത്ത് തടയുന്നതിലും ഉഭയകക്ഷി സഹകരണം ശക്തമാക്കാൻ ബഹ്റൈനും പാകിസ്ഥാനും തീരുമാനിച്ചു. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയും ബഹ്റൈൻ ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇതു സംബന്ധിച്ച ധാരണയായത്. സംഘടിത കുറ്റകൃത്യങ്ങളും മയക്കുമരുന്ന് കടത്തും തടയുന്നതിനായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏകോപനം വർദ്ധിപ്പിക്കുമെന്ന് ചർച്ചയിൽ തീരുമാനിച്ചു. രാജ്യവും പാകിസ്ഥാനും തമ്മിൽ ദീർഘകാലമായുള്ള ചരിത്രപരമായ സൗഹൃദവും പങ്കാളിത്തവും കൂടിക്കാഴ്ചയിൽ എടുത്തു പറഞ്ഞു. BMC ന്യൂസ് ലൈവിൽ ഇനി ഒരു ഇടവേള. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. സാംസ ബഹ്റൈൻ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. സൽമാനിയ കലവറ പാർട്ടി ഹാളിൽ ജനുവരി 16 വൈകിട്ട് 6 മണിയോടെ ആരംഭിച്ച പരിപാടിയിൽ 150 മുകളിൽ അംഗങ്ങൾ പങ്കെടുത്തു. റവറൽ ഫാദർ അനൂപ് സാം പരിപാടി കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്യുകയും അംഗങ്ങൾക്ക് ക്രിസ്മസ് ന്യൂ ഇയർ സന്ദേശം നൽകുകയും ചെയ്തു. പബ്ലിക് മീറ്റിംഗിൽ ജനറൽ സെക്രട്ടറി സോവിൻ തോമസ് സ്വാഗതം പറയുകയും അധ്യക്ഷനായ പ്രസിഡന്റ് റിയാസ് കല്ലമ്പലം ആശംസകൾ നേർന്നും സംസാരിച്ചു. ട്രഷറർ സുനിൽ നീലാഞ്ചേരി, പ്രോഗ്രാം കൺവീനർ സതീഷ് പൂമനക്കൽ, ഉപദേശക സമിതി അംഗം വത്സരാജ് കുയിമ്പിൽ, ലേഡീസ് വിംഗ് പ്രസിഡന്റ് അജിമോൾ സോവിൻ, സെക്രട്ടറി ധന്യ സാബു, കിഡ്സ് വിംഗ് പ്രസിഡന്റ് നാഥരൂപ് ഗണേഷ് എന്നിവരും ആശംസകൾ നേർന്ന് സംസാരിച്ചു. കൺവീനർ സതീഷ് പൂമനക്കൽ നന്ദി പറഞ്ഞ് മീറ്റിംഗ് അവസാനിപ്പിച്ചു. വൻ ജനപങ്കാളിത്തത്തോടെ ഇന്ത്യൻ സ്കൂൾ ഫെയറിന് ഉജ്ജ്വല സമാപനം. ഇന്ത്യൻ സ്കൂൾ പ്ലാറ്റിനം ജൂബിലി വർഷ സാംസ്കാരിക മേളയ്ക്ക് സംഗീത സാന്ദ്രമായ പരിപാടികളോടെ ഇസ ടൗൺ ക്യാമ്പസിൽ ഉജ്ജ്വല സമാപനം. സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഫെയറിൽ വൻ ജനാവലി ഒത്തുചേർന്നിരുന്നു. 2 ദിവസത്തെ ആഘോഷം ക്യാമ്പസിനെ സംസ്കാരത്തിന്റെയും സംഗീതത്തിന്റെയും ഒരുമയുടെയും സജീവമായ കേന്ദ്രമാക്കി മാറ്റി. അധ്യാപകർ, വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, വിശാലമായ സമൂഹം എന്നിവിടങ്ങളിൽ നിന്നും ആവേശകരമായ പ്രതികരണമാണ് സ്കൂൾ ഫെയറിന് ലഭിച്ചത്. ഫെയറിന്റെ സമാപന ദിവസമായ വെള്ളിയാഴ്ച വിദ്യാർത്ഥികളുടെ നൃത്ത പരിപാടികളും പ്രശസ്ത പിന്നണി ഗായിക രൂപാവലി ജഗ നയിച്ച സംഗീത നിശയും നിറവ് പകർന്നു. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണിൽ വർഗീസ്, സെക്രട്ടറി വി രാജപണ്ഡ്യൻ, പ്രിൻസിപ്പൽ VR പളനിസ്വാമി, ഫെയർ ജനറൽ കൺവീനർ R രമേശ്, സേതുരാജ് കടയ്ക്കൽ, വൈസ് ചെയർമാനും സ്പോർട്സ് അംഗവുമായ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ, അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കാഡമിക് അംഗവുമായ രഞ്ജിനി മോഹൻ, ഫെയർ കോർഡിനേറ്റർ അഷ്റഫ് കാട്ടിലപ്പിടിക തുടങ്ങിയവർ നിരവധി പേർ പങ്കെടുത്തു. ഭാരതീയ അസോസിയേഷൻ സംഘടിപ്പിച്ച പൊങ്കൽ ഉത്സവം ശ്രദ്ധേയമായി. സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏക രജിസ്റ്റർ ചെയ്ത തമിഴ് സംഘടനയായ ഭാരതീയ അസോസിയേഷൻ സംഘടിപ്പിച്ച പൊങ്കൽ ഉത്സവം ആഘോഷമായി മാറി. ഹിസ് ഹൈനസ് എക്സലൻസി ഒസാമ ബിൻ സാലെ അൽ അലാവിയുടെ പേരിൽ സാമൂഹിക വികസന മന്ത്രാലയത്തെ പ്രതിനിധീകരിച്ചു അണ്ടർ സെക്രട്ടറി ഹിസ് എക്സലൻസി സിയാദ് ആദിൽ
ദർവിഷ് ചടങ്ങിൽ പങ്കെടുത്തു. അദ്ദേഹം തമിഴ് സമൂഹത്തിന് പൊങ്കൽ ആശംസകൾ നേർന്നു. ലോകമെമ്പാടുമുള്ള തമിഴ് പ്രവാസികൾ ആഘോഷിക്കുന്ന കർഷകരുടെ ഉത്സവമായ പൊങ്കലിന്റെ പ്രാധാന്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. വാഴയിലിൽ വിളമ്പിയ യഥാർത്ഥ തമിഴ് പാചകരീതിയിൽ തയ്യാറാക്കിയ 23-ലധികം വിഭവങ്ങളടങ്ങിയ പരമ്പരാഗത പൊങ്കൽ വിരുന്നും 60-ലധികം വനിതാ കലാകാരികൾ അവതരിപ്പിച്ച പരമ്പരാഗത കുമ്മി ഗ്രൂപ്പ് നൃത്തവും നൃത്യകലാരത്ന ഹംസൽഗണിയുടെ നൃത്ത സംവിധാനവും പൊങ്കാലയുടെ മാറ്റുകൂട്ടി. ഏകദേശം 2200 പേർ പങ്കെടുത്ത പരിപാടിയിൽ പ്രസിഡന്റ് വല്ലം ബഷീറിന്റെ നേതൃത്വത്തിലും 12-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും പിന്തുണയോടെ പരിപാടി അതീവ ക്രമബദ്ധമായി സംഘടിപ്പിച്ചു. BMC ന്യൂസ് ലൈവിൽ മറ്റൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ബിരിയാണി ഡ്രൈവ് സംഘടിപ്പിച്ച് KPF ലേഡീസ് വിംഗ്. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം ലേഡീസ് വിംഗിന്റെ നേതൃത്വത്തിൽ ബിരിയാണി ഡ്രൈവ് സംഘടിപ്പിച്ചു. KPF ലേഡീസ് വിംഗ് കൺവീനർ സജ്ന ഷനൂബിന്റെ നേതൃത്വത്തിൽ നടന്ന ബിരിയാണി ഡ്രൈവ് ജോയിന്റ് കൺവീനർമാരായ ഷെറിന ഖാലിദ്, അഞ്ജലി സുജീഷ് എന്നിവർ നിയന്ത്രിച്ചു. ലേഡീസ് വിംഗ് മെമ്പേഴ്സ്, KPF ഒഫീഷ്യൽസ്, രക്ഷാധികാരികൾ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, KPF മെമ്പേഴ്സ് എന്നിവർ പങ്കെടുത്തു വിജയിപ്പിച്ചു. കേരളത്തിന് 2 അമൃത് ഭാരത് എക്സ്പ്രസ് പ്രഖ്യാപിച്ചു കേന്ദ്രം. 2 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ കേരളത്തിന് അനുവദിച്ചു. കേരളത്തിന് തെലങ്കാനയുമായും തമിഴ്നാടുമായി ബന്ധിപ്പിച്ചാണ് 2 ട്രെയിനുകൾ അനുവദിച്ചിരിക്കുന്നത്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇക്കാര്യം അറിയിച്ചതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു. തൃശൂർ ഗുരുവായൂർ റൂട്ടിൽ പാസഞ്ചർ ട്രെയിൻ അനുവദിച്ചതിന് പിന്നാലെയാണ് അമൃത് ഭാരത് ട്രെയിൻ അനുവദിച്ചിരിക്കുന്നത്. കേരളത്തിന് പുതിയ ട്രെയിനുകൾ അനുവദിച്ചതിൽ പ്രധാനമന്ത്രിക്ക് നന്ദി പറയുന്നതായും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ കണ്ണൂർ സ്വർണ്ണ കപ്പിൽ മുത്തമിട്ടു. 1028 പോയിന്റുമായാണ് കണ്ണൂർ 1ാം സ്ഥാനത്തെത്തിയത്. 249 മത്സര ഇനങ്ങളുടെ ഫലപ്രഖ്യാപനം പുറത്തു വന്നതോടെ ഏറ്റവും അധികം പോയിന്റുകൾ നേടി കണ്ണൂർ ജില്ലാ കലാകിരീടം ചൂടുകയായിരുന്നു. 1ാം സ്ഥാനം കരസ്ഥമാക്കിയ കണ്ണൂർ ജില്ലക്ക് മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ സ്വർണ്ണ കപ്പ് സമ്മാനിക്കും. കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ തൃശൂരാണ് 2ാം സ്ഥാനത്ത്. തൃശൂരിന് 1023 പോയിന്റാണ് സമ്പാദിക്കാനായത്. രഞ്ജി ട്രോഫിയിൽ മുംബൈക്ക് തിരിച്ചടി. യശസ്വി ജയ്സ്വാൾ ഇനി ഈ സീസണിൽ കളിക്കില്ല. ഈ സീസണിലെ അവശേഷിക്കുന്ന രഞ്ജി ട്രോഫി മത്സരങ്ങളിൽ മുംബൈക്കായി താരം യശസ്വി ജയ്സ്വാൾ കളിക്കില്ലെന്ന് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ ഔദ്യോഗികമായി അറിയിച്ചു. നിലവിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ മുൻനിര ബാറ്ററായ 24-കാരനായ ജയ്സ്വാൾ കഴിഞ്ഞ നവംബറിൽ രാജസ്ഥാനെതിരായ മത്സരത്തിലാണ് അവസാനമായി മുംബൈക്ക് വേണ്ടി പാഡ് അണിഞ്ഞത്. അന്ന് നടന്ന മത്സരത്തിൽ 67, 156 എന്നിങ്ങനെ മികച്ച സ്കോറുകൾ താരം നേടിയിരുന്നു. ഈ വാർത്തയോടുകൂടി BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. ശുഭരാത്രി.